ഏറെ കോളിളക്കം സൃഷ്ടിച്ച പെരിയ ഇരട്ടക്കൊലക്കേസിലെ പ്രതിഭാഗം അഭിഭാഷകൻ CK ശ്രീധരൻ നമുക്കൊപ്പമുണ്ട്. സർ, ഇന്ന് കോടതി വിധി പറയാനിരിക്കുകയാണ്. പ്രതികളുടെ കാര്യത്തിൽ എന്ത് തീരുമാനം ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്? ഇന്ന് കോടതിയിൽ വിധി പ്രസ്താവിക്കാനിരിക്കെ വിധിയുമായി ബന്ധപ്പെട്ട മറ്റ് കാര്യങ്ങളെ സംബന്ധിച്ചൊന്നും ഇപ്പോൾ പറയുന്നത് അപ്രസക്തമാണ്. സ്വാഭാവികമായും ഈ കേസിൻ്റെ നാൾവഴികൾ പരിശോധിച്ചാൽ 17/2/19 നടന്നൊരു സംഭവവുമായി ബന്ധപ്പെട്ടാണ് ഈ കേസുള്ളത്. അതിൻ്റെ ആദ്യ അന്വേഷണം കാസർഗോഡ് ക്രൈംബ്രാഞ്ച് DYSPയും പിന്നീട് മലപ്പുറം DYSPയുമാണ് നടത്തിയിരുന്നത്. 3 മാസത്തിനകം തന്നെ കേസിലെ കുറ്റപത്രം ക്രൈംബ്രാഞ്ച് സമർപ്പിക്കുകയുമുണ്ടായി. അതിനുശേഷമാണ് CBI രംഗത്ത് വരുന്നത്. CBIയുടെ അന്വേഷണം ഏറ്റെടുത്ത് CBI DYSP TP അനന്തകൃഷ്ണൻ കേസിൻ്റെ അന്വേഷണം നടത്തിയത്. അപ്പോൾ ആദ്യ ഘട്ടത്തിൽ നടത്തിയിട്ടുള്ള അന്വേഷണത്തിൻ്റെ ന്യൂനതകളും തുടർന്നുണ്ടായ CBI അന്വേഷണത്തിലുണ്ടായിട്ടുള്ള പുതിയ ഇംപ്രൂവ്മെൻറ്റ്സ്, എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തി, എത്ര സാക്ഷികളെയൊക്കെ അവർ കൂടുതലായി ചേർത്തു, 10ഓളം പ്രതികളെ കൂടുതലായി ചേർത്തു, ഇത് സംബന്ധിച്ചെല്ലാമുള്ള ആ കേസിൻ്റെ രേഖകളിൽ നിന്നും വ്യക്തമാകുന്ന വെളിവാകുന്ന ഒട്ടേറെ ദൗർബല്യങ്ങൾ, പ്രോസിക്യൂഷനെ സംബന്ധിച്ചിടത്തോളമുള്ള ഇൻഹറൻറ്റ് ഇൻഫേമിറ്റീസ് വളരെ വ്യക്തമായി തന്നെ ബന്ധപ്പെട്ട വിചാരണ കോടതിയുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ പ്രതിഭാഗത്തിന് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതുകൊണ്ട് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ ദൗത്യം ആ കേസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെക്കുറിച്ചുള്ള കാര്യങ്ങൾ കോടതിയെ ശരിയാവണ്ണം ബോധ്യപ്പെടുത്തുക എന്നുള്ളതാണ്. ആ കാര്യത്തിൽ ഞങ്ങൾ ഞങ്ങളുടെ കടമ നിറവേറ്റി എന്നാണ് കരുതുന്നത്. ഇതെല്ലാം കോടതിയിൽ മനസ്സിലാക്കുമെന്നൊരു ആത്മവിശ്വാസമുണ്ടോ? സ്വാഭാവികമായും. കാരണം കോടതി ഒരു പുറമേയുള്ള ചൂടേറിയ വാഗ്വാദങ്ങൾ, കോർട്ട് റൂമിന് വെളിയിലുള്ള കാര്യങ്ങൾ, കേസിൻ്റെ സെൻസേഷണൽ സ്വഭാവം, ഈ കാര്യങ്ങളൊന്നും നോക്കിയല്ല കോടതികൾ അതിൻ്റെ അന്തിമ വിധി കണ്ടെത്തുന്നത്. സ്വാഭാവികമായും ആ കേസിൽ വന്നിട്ടുള്ള തെളിവുകൾ, ആ തെളിവുകൾ നിയമപരമായി ലീഗൽ എവിഡൻസ് എന്നുള്ള നിലയിൽ ഏതൊക്കെ തെളിവുകളാണ് സ്വീകരിക്കേണ്ടത്, ഏതൊക്കെ സ്വീകരിക്കാതിരിക്കണം എന്നുള്ള കാര്യത്തെ സംബന്ധിച്ചെല്ലാം വളരെ വ്യക്തമായി കൂലങ്കഷമായി അപഗ്രഥനം നടത്തിയ ശേഷം മാത്രമേ വിചാരണ കോടതി അതിൽ വിധി പ്രസ്താവിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ മറ്റ് കാര്യങ്ങളൊന്നും തന്നെ അതിൽ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ പരിശോധിക്കുമ്പോൾ ധാരാളം ന്യൂനതകൾ അതിനകത്തുണ്ട്. ആ ന്യൂനതകൾ വളരെ വ്യക്തമായി അതിൻ്റെ റൂട്ടിലേക്ക്, അതിൻ്റെ വേരിലേക്ക്, അടിത്തട്ടിലേക്ക് പോകുന്ന രീതിയിലുള്ള ഒട്ടേറെ ദൗർബല്യങ്ങൾ, ഇൻഹറൻറ്റ് ഇൻഫേമിറ്റീസ് അതിനകത്തുണ്ട്. ആ കാര്യങ്ങൾ കോടതിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്. ഈ കേസിൽ ഈ കൃപേഷിനെയും ശരത്ലാലിൻ്റെയും കുടുംബത്തിനൊപ്പം ആദ്യം നിന്ന വ്യക്തിയാണ് താങ്കൾ. പിന്നീട് പ്രതിഭാഗത്തിനൊപ്പം എത്തുകയും ചെയ്തു. അപ്പോൾ ഈ കേസിൻ്റെ ഫയലുകളിലെല്ലാം തന്നെ താങ്കൾ പരിശോധിച്ചാണ്. അപ്പോൾ താങ്കളുടെ ഭാഗത്ത് നിന്ന് അത്തരം ഒരു വിവരങ്ങളെല്ലാം മനസ്സിലാക്കിയൊരു താങ്കൾ ചോദിക്കുന്നത് സ്വാഭാവികമായും ഇത്തരം ദുരാരോപണങ്ങൾ ഇപ്പോൾ ചിലർ ഉന്നയിക്കുന്നുണ്ട്. ഞാൻ രാഷ്ട്രീയമായ എൻ്റെ നിലപാടെടുത്ത ഘട്ടത്തിലും ഇത്തരം ആരോപണങ്ങൾ ഉന്നയിച്ചിട്ടുള്ള ഘട്ടമുണ്ടായിരുന്നു. പക്ഷേ അതെല്ലാം ഇന്ന് ഈ സന്ദർഭത്തിൽ കോടതിയുടെ വിചാരണയുമെല്ലാം കഴിഞ്ഞു. ഇപ്പോൾ വിധി പറയാൻ ഇരിക്കുന്ന ഒരു ഘട്ടത്തിൽ ആ കാര്യത്തിലേക്ക് കിടക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അതെല്ലാം തന്നെ അപ്രസക്തമായിട്ടുള്ള കാര്യങ്ങളാണ് എന്നേ എനിക്ക് പറയാനുള്ളൂ. താങ്കളുടെ ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ? ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഞാനൊരു കാര്യം പറയാം. ഞാൻ അഭിഭാഷക വൃത്തിയിൽ വന്നിട്ട് 58 കൊല്ലമായി. ഈ 58 കൊല്ലം കേരളത്തിൻ്റെ തിരുവനന്തപുരം തൊട്ട് കാസർഗോഡ് വരെയുള്ള മിക്ക ക്രിമിനൽ കോടതികളിലും, സെഷൻസ് കോടതികളിലും പ്രതിഭാഗത്തിനോ പ്രോസിക്യൂഷനോ വേണ്ടി ഹാജരായിട്ടുള്ള അഭിഭാഷകനാണ്. അതോടൊപ്പം അപ്പെക്സ് കോടതിയിൽ, ഹൈക്കോടതിയിലും ഒട്ടേറെ കേസുകളിൽ ഞാൻ ഹാജരായിട്ടുണ്ട്. എല്ലാ കേസുകളുടെ എൻ്റെ ചുമതല പ്രോസിക്യൂട്ടർ എന്നുള്ള നിലക്കോ പ്രതിഭാഗം അഭിഭാഷകൻ എന്നുള്ള നിലക്കോ ചുമതല നിറവേറ്റുന്ന കാര്യത്തിൽ ഞാൻ പുലർത്തിപ്പോകുന്ന സത്യസന്ധത, അത് എൻ്റെ മനസ്സാക്ഷിയോട് മാത്രം പറയേണ്ട കാര്യം. എനിക്കത് വെളിവാക്കി നടക്കേണ്ട കാര്യമില്ല. എന്നെ അറിയാവുന്നവർക്ക് അതറിയാം എന്ന് മാത്രമേ ഞാൻ പറയുന്നു.
താങ്കളുടെ ഇത്രയും വർഷത്തെ എക്സ്പീരിയൻസിൽ നിന്ന് ഇത് ഈ ഒരു കാലത്തിൻ്റെ ഇടയ്ക്ക് നോക്കുമ്പോൾ അതിപ്രധാനപ്പെട്ട ഒരു കേസ് കൂടിയാണ് ഇന്ന്. സ്വാഭാവികമായും ഞാൻ ഒട്ടനേകം കേരളം ശ്രദ്ധിച്ച ഒട്ടനേകം കേസുകളിൽ സ്പെഷ്യൽ പ്രോസിക്യൂട്ടറായും പ്രതിഭാഗത്തിനും ഹാജരായിട്ടുള്ള അഭിഭാഷകനാണ്. അനുഭവ സമ്പത്തുള്ള ഒരാളെന്നുള്ള നിലയിൽ ഞാൻ പറയുകയാണ്. അതുകൊണ്ട് ഈ കേസും സെൻസേഷണൽ കേസാണ് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. കേരളത്തിൽ ആകെ ഒരു സെൻസേഷൻ സൃഷ്ടിക്കാൻ ഇടയായിട്ടുള്ള ഒരു സംഭവം തന്നെയാണ് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. പക്ഷേ ഇവിടെ കോടതിയുടെ പരിഗണനയിൽ വരുമ്പോഴും കോടതി ആ കേസുമായി ബന്ധപ്പെട്ട തെളിവുകളെ പരിശോധിക്കുമ്പോഴും സെൻസേഷൻ്റെ പിറകെയല്ല, മറിച്ച് വസ്തുതകളുടെ അടിസ്ഥാനത്തിൽ, നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ അന്തിമ വിശകലനം ചെയ്ത് ഒരു തീരുമാനത്തിലെത്തുക എന്നുള്ളതാണ് കോടതി സ്വീകരിക്കാറുള്ളത്. അതുകൊണ്ട് തന്നെ അത്തരമൊരു ഒരു 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 കാര്യത്തിൽ പ്രതിഭാഗത്തിനു വേണ്ടി അതിശക്തമായി വാദമുന്നയിക്കാൻ പ്രതിഭാഗം അഭിഭാഷകരായ ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഈ പ്രതികൾക്ക് അനുകൂലമായ പരമാവധി തെളിവുകൾ കോടതിയിൽ ഹാജരാക്കാൻ സാധിച്ചിട്ടുണ്ടെന്നും തൻ്റെ ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ പ്രതിഭാഗം വക്കീലായി സ്ഥാനമേറ്റതെന്നുമാണ് ശ്രീ കെ ശ്രീധരൻ തന്നെ നമ്മളോട് പറയുന്നത്. വീഡിയോ ജേർണലിസ്റ്റ് CP വിജീഷിനൊപ്പം റിപ്പോർട്ടർ സൈഫിൻ സാലിയാർ, ഇൻ റിപ്പോർട്ടർ, കൊച്ചി.